അനശ്വര കവി വയലാർ രാമവർമ്മ ഓർമ്മയായിട്ട് അരനൂറ്റാണ്ട് തികയുന്നു. കാവ്യലോകത്തിന്റെ തിരുനെറ്റിയിൽ ചന്ദ്രകളഭം ചാർത്തിയ കാവ്യകേസരിക്ക് നാടിന്റെ പ്രണാമം. ചന്ദ്രകളഭം ചാർത്തിയുറങ്ങും തീരം, ഇന്ദ്രധനുസിൻ തൂവൽ കൊഴിയും തീരം, ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി. ദൈവത്തെക്കാൾ മനുഷ്യനെ സ്നേഹിച്ച കവി വയലാർ എന്നും പ്രസക്തനാണ്. വയലാർ ഗാനങ്ങളും ഭക്തിയും ഈശ്വരഭജനയും നിറയ്ക്കുന്ന വരികളിൽ സമ്പുഷ്ടമാണ്. എന്നാൽ എല്ലാ ദൈവിക പ്രഭാവത്തിനും ഉപരിയായി മനുഷ്യനെയാണ് അദ്ദേഹം സദാ ഉയർത്തിക്കാട്ടിയത്. ഒരു കറയറ്റ മനുഷ്യപക്ഷ മാനവികവാദിക്ക് മാത്രമേ അങ്ങനെ ആവാൻ കഴിയൂ. കവി വയലാർ രാമവർമ്മ അതായിരുന്നു. കവികൾ ക്രാന്തദർശികൾ, കാലത്തിന് മുൻപേ നടന്നവർ. അവർ മനുഷ്യ കഥാനുഗാനികൾ ആയിത്തീരുന്നതാണ് അവരുടെ സർഗാത്മിക ചൈതന്യത്തിലെ കാമ്പും കാതലും. അപൂർവമായേ അത്തരം കാവ്യ തേജസ്സുകൾ മനുഷ്യഹൃദയത്തിൽ സ്ഥാനം നേടുകയുള്ളൂ. മലയാള സാഹിത്യ നഭോമണ്ഡലത്തിൽ അത്ര ശ്രേഷ്ഠതയുള്ള കവികളുടെ നിര തന്നെയുണ്ട്. അവരിൽ ചിലർ മാത്രമേ മാനവഹൃദയങ്ങളിൽ ചിരപ്രതിഷ്ഠ നേടുകയുള്ളൂ. അതൊരു സവിശേഷ സാമൂഹിക പ്രതിഭാസത്തിലെ തേജസ്സുള്ള രാസപ്രക്രിയ ഫലമാണ്. വയലാർ എന്ന ഗ്രാമനാമം ഓർക്കപ്പെടുന്നത് ഐതിഹാസികമായ അധസ്ഥിത പോരാട്ട ചരിത്രത്തിലൂടെയാണ്. സാമൂഹിക നീതിക്ക് വേണ്ടിയുള്ള മനുഷ്യ പോരാട്ടം, അതും ഒക്ടോബർ 27. യാദൃശ്ചികമെങ്കിലും അനിതര സാധാരണമായ ഒരു സമന്വയം ഈ അനുസ്മരണത്തിൽ കവിയുടെ കഥാവശേഷവും ചരിത്രത്തിന്റെ ഇടചേർന്ന് കിടക്കുന്നു. വയലാർ രാമവർമ്മ കവിയും ചലച്ചിത്ര നാടക ഗാനരചയിതാവുമാണ്. വയലാർ ഗാനങ്ങളുടെ ഈരടികളും ശീലുകളും കേൾക്കാത്ത മലയാളി ഒരു ദിവസവും പിന്നിടുന്നില്ല. 1400ഓളം ഗാനങ്ങൾ സിനിമയിൽ, നാടകങ്ങളിൽ ഏതാണ്ട് 200-ന്മേൽ പാട്ടുകൾ, അനേകം കവിതകളിലും പാട്ടുകളിലും വയലാർ എഴുതി നിറച്ചത് മനുഷ്യ മനോവിചാരങ്ങളുടെ വൈവിധ്യപൂർണ്ണതയാണ്. ശബരിമലയുടെ ഇന്നത്തെ വിശ്വാസാചാരങ്ങളെപ്പോലും എത്രയോ വർഷങ്ങൾക്കിപ്പുറം അദ്ദേഹം നമുക്ക് മുമ്പിൽ അവതരിപ്പിച്ചു. എല്ലാ വിശ്വാസങ്ങൾക്കും അപ്പുറം മനുഷ്യനാണ് വലുത്, പ്രധാനം എന്ന് ഉറക്കെ ഘോഷിച്ചു കവി. തന്റെ കാവ്യങ്ങളിൽ എന്നതുപോലെ ചലച്ചിത്ര നാടക ഗാനങ്ങളിലും തന്റെ മനുഷ്യപക്ഷ നിലപാടുകൾ പ്രഖ്യാപിച്ചു വയലാർ. കല്ലിൽ വിഗ്രഹത്തെ തൊഴുന്നവരും തൊഴുകൽ സാധ്യമാക്കുന്നവരും ഇന്ന് സംഘർഷത്തിലാണ്. വിഗ്രഹങ്ങളെ കൊത്തിയ കല്ലുകുത്തിയും കൊത്താൻ കല്ല് ചുമന്നു തുടിച്ച് മിനുസപ്പെടുത്തിയ ഒപ്പമുണ്ടായിരുന്ന സ്ത്രീയും ഇന്ന് വിലക്കപ്പെട്ടവരായി കരുതുന്നു. മതങ്ങളും ദൈവങ്ങളും കൊണ്ട് വേർതിരിഞ്ഞ മനുഷ്യർ മനസ്സ് പങ്കിട്ടു. വെട്ടിമുറിക്കുകയാണ് ഇന്ന് നീതിന്യായ വ്യവസ്ഥകൾക്ക് മേലെ മതവും വിശ്വാസവും പൗരോഹിത്യവും രാജാധികാരവും. കവി വയലാർ രാമവർമ്മ ഇതിൽ പലതുമാണ് ജന്മം കൊണ്ട്. പക്ഷേ കർമ്മവഴിയിൽ അദ്ദേഹം നിസ്വാർത്ഥനായ, ഗർഹണീയനായ നിസ്സാര മനുഷ്യന്റെ പക്ഷത്താണ്. സ്നേഹത്തിന്റെ, ശാസ്ത്രത്തിന്റെ, മാനവ പുരോഗതിയുടെ പ്രകാശ ഗോപുരത്തിലാണ്. ഒരുപക്ഷെ സ്വയം ഒരു പ്രകാശ ഗോപുരം തന്നെയാണ് അദ്ദേഹം. വിശ്വാസത്തോളം ഉയർന്ന മാനവികതയുടെ പ്രകാശ ഗോപുരം. ഇന്നേക്ക് ആ മഹാപ്രതിഭ യശശരീരനായിട്ട് 50 വർഷം തികയുന്നു. മാനവ ജീവിതത്തിന്റെ സ്നേഹഗായകന്, വിമോചകരുടെ പടപ്പാട്ടുകാരന് പ്രണാമം.